Hi dear students, we have been discussing the classical theories. We have already gone through three classical theories, that is scientific management, administrative management and bureaucratic management. We have also neoclassical theories and modern theories. First area is neoclassical theory. Neoclassical theories are also called behavioral management theories, human behavior theories. Okay, behavioral management theory means neoclassical theory. This theory puts more emphasis on individual's attitude, individual behaviors and on group processes. ഓക്കെ, ഈ തിയറിയുടെ പ്രത്യേകത, നമ്മൾ ഈ ക്ലാസിക്കൽ തിയറിയുടെ ഒരു പ്രധാന ലിമിറ്റേഷൻ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് കൺസിഡറിങ് ഹ്യൂമൻ ബീയിങ്സ്. അല്ലേ, നമ്മളൊരു സ്ലോഗൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ക്ലാസിക്കൽ തിയറി? ഓർഗനൈസേഷൻ ഈസ് എ മെഷീൻ ആൻഡ് പീപ്പിൾ ആർ കമ്പോണൻസ്, പാർട്സ്, ടൂൾസ്. അല്ലേ, ഒരു മെഷീൻ പോലെയാണ് ഓർഗനൈസേഷൻ ക്ലാസിക്കൽ തിയറിയിൽ. ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പോണൻസ് പോലെയാണ്, പാർട്ടുകൾ പോലെയാണ്. ദാറ്റ് ഇസ് ദേ ആർ നോട്ട് ഗിവൺ എനി ഹ്യൂമൻ കൺസിഡറേഷൻ. ബട്ട് neoclassical theories or behavioral management theories consider human behavior. So this theory puts more emphasis on individuals' attitude. ഇത് കൂടുതൽ വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡിന്, അല്ലേ, അവരുടെ മനോഭാവത്തിന്, ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ, അവരുടെ അല്ലേ സ്വഭാവത്തിന്, ആൻഡ് ഓൾസോ ഓൺ ഗ്രൂപ്പ് പ്രോസസ്സസ്, ഗ്രൂപ്പ് ബിഹേവിയറിനൊക്കെ പ്രാധാന്യം നൽകുന്ന തിയറിയാണ് നിയോ ക്ലാസിക്കൽ തിയറി. ഇൻ ദിസ് അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റ് ഹ്യൂമൻ ഫാക്ടർ റിമെയിൻ ദ സെൻട്രൽ ഫോക്കസ്. അപ്പോൾ ഈ അപ്രോച്ച് പ്രകാരം, നിയോ ക്ലാസിക്കൽ തിയറീസ് പ്രകാരം ഹ്യൂമൻ ഫാക്ടർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സെൻട്രൽ ഫോക്കസിങ് ഫാക്ടറാണ് ഹ്യൂമൻ ബിഹേവിയർ. ഇപ്പോൾ ഹ്യൂമൻ ബിഹേവിയറിനെ കൺസിഡർ ചെയ്യുന്ന തിയറീസാണ് ബിഹേവിയറൽ മാനേജ്മെൻറ്റ് തിയറീസ് ഓർ നിയോ ക്ലാസിക്കൽ തിയറീസ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് തിയറീസ് ഇൻ നിയോ ക്ലാസിക്കൽ തിയറി. നിയോ ക്ലാസിക്കൽ തിയറിയെ നമ്മൾ മെയിൻലി രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുക. ക്ലാസിക്കൽ തിയറി മൂന്നെണ്ണമാണ്. അതുപോലെ നിയോ ക്ലാസിക്കൽ തിയറീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു, ദാറ്റ് ഈസ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ആൻഡ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. There are two approaches in neoclassical theory. ഒന്ന് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. എന്താ പ്രത്യേകത? ഇറ്റ് കൺസിഡർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് പ്രാധാന്യം നൽകുന്ന തിയറിയാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. എൽട്ടൺ മയോ എന്ന് പറയുന്ന ആളാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിൻ്റെ പ്രൊപ്പോണൻറ്റ്. ദെൻ സെക്കൻഡ് കാറ്റഗറി ബിഹേവിയർ സയൻസ് അപ്രോച്ച്. അല്ലേ, ഒന്ന് ഹ്യൂമൻ റിലേഷൻസ് ആണ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. രണ്ടാമത്തത് ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ചാണ്. ബിഹേവിയർ സയൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച്. ആളുകളുടെ സ്വഭാവം, അല്ലേ, ബിഹേവിയർ, ആ ബിഹേവിയറിനെ പഠിക്കുന്ന തിയറീസാണ് ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ചസ്. നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ തിയറീസ് പഠിക്കാറുണ്ട്. മോട്ടിവേഷൻ തിയറി, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, ERG തിയറി, തിയറി X, തിയറി Y, തിയറി Z എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മോട്ടിവേഷൻ തിയറീസ് ഉണ്ട്. ഓൾ ദ മോട്ടിവേഷൻ തിയറീസ് കൺസിഡർ ഹ്യൂമൻ ബിഹേവിയർ. അല്ലേ, ഈ മോട്ടിവേഷൻ തിയറി പറയുന്ന ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചാണ്, ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചാണ്. ആളുകൾ അല്ലേ എങ്ങനെയാണ് നീഡ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അല്ലെങ്കിൽ കുറേ ലീഡർഷിപ്പ് തിയറീസ് ഉണ്ട്. ഇതൊക്കെയാണ് ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച് അല്ലെങ്കിൽ ബിഹേവിയർ സയൻസ് അപ്രോച്ചിൽ വരുന്നത്. ദ മേജർ കോൺട്രിബ്യൂട്ടറീസ് ടു ദിസ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് വർ എൽട്ടൺ മയോ. എൽട്ടൺ മയോ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട ആളാണ്. അബ്രഹാം മാസ്ലോ, മാസ്ലോയുടെ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, നീഡ് ഹൈറാർക്കി തിയറി. നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ തിയറിയാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബിഹേവിയർ സയൻസ് അപ്രോച്ച്. ഡഗ്ലസ് മഗ്രിഗസ്,
അല്ലേ? ഡഗ്ലസ് മാഗ്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡഗ്ലസ് മാഗ്രിഗർ മോട്ടിവേഷൻ തിയറിയാണ്, അല്ലേ? തിയറി എക്സ്, തിയറി വൈ എന്നൊക്കെ പറയുന്ന മോട്ടിവേഷൻ തിയറീസ് ഉണ്ട്. അപ്പോൾ ഇതും ബിഹേവിയർ സയൻസ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട ആളാണ്. സോ നിയോ ക്ലാസിക്കൽ തിയറിയുടെ പ്രധാന കോൺട്രിബ്യൂട്ടറീസാണ് മാസ്ലോ, മാഗ്രിഗർ, എൽട്ടൺ മയോ എക്സെട്ര. ഓക്കെ, സോ ദിസ് ഈസ് ബിഹേവിയർ മാനേജ്മെൻറ്റ് അപ്രോച്ച്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചുകൂടി എന്ത് ചെയ്യാണ്, ഡീറ്റെയിൽഡായിട്ട് പറയുകയാണ്. ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്. ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ചിൻ്റെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ആർ സോഷ്യൽ ആൻഡ് സെൽഫ് ആക്ച്വലൈസിങ്. പീപ്പിൾ ആർ സോഷ്യൽ ബീയിങ്സ്, അല്ലേ? ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് കമ്പോണൻസ്, അല്ലേ? ക്ലാസിക്കൽ തിയറി പറഞ്ഞത് പീപ്പിൾ ആർ ടൂൾസ്, പീപ്പിൾ ആർ കമ്പോണൻസ് ഇൻ എ മെഷീനറി. ഒരു മെഷീനറിയിലുള്ള കമ്പോണൻസ് പോലെയാണ്, അവരെ ഉപയോഗിക്കുക, അവരെ കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. ബട്ട് നിയോ ക്ലാസിക്കൽ തിയറി സേസ് ദാറ്റ് ഹ്യൂമൻ റിസോഴ്സസ്, പീപ്പിൾ ആർ സോഷ്യൽ ബീയിങ്സ്, അല്ലേ? സാമൂഹിക ജീവികളാണ് അവർ. വെറും വർക്ക് ചെയ്യൽ മാത്രമല്ല, അവർക്ക് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ലവ്, അഫെക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവും. സോ ദേ ആർ സോഷ്യൽ ആൻഡ് സെൽഫ് ആക്ച്വലൈസിങ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഏറ്റവും എക്സ്ട്രീം എൻഡ് നീഡാണ്. സോ ദേ ആർ സെൽഫ് ആക്ച്വലൈസിങ്. അവർക്ക് എപ്പോഴും അവരുടേതായ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ, എക്സ്ട്രീം എൻഡ് നീഡ് ഉണ്ടാവും. ആ നീഡ് അച്ചീവ് ചെയ്യുന്നത് വരെ മറ്റൊരുപാട് നീഡുകൾ അവർ എന്ത് ചെയ്യും, അല്ലെ? അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ പീപ്പിൾ ആർ സോഷ്യൽ ആൻഡ് സെൽഫ് ആക്ച്വലൈസിങ്. ഇതാണ് നിയോ ക്ലാസിക്കൽ തിയറിയുടെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നിയോ ക്ലാസിക്കൽ തിയറിയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ടറീസ് ഉണ്ട്. ഒന്ന് ഹാവ്തോൺ സ്റ്റഡീസ് ബൈ എൽട്ടൺ മയോ. ഹാവ്തോൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാവ്തോൺ എക്സ്പെരിമെൻ്റാണ്. നമുക്ക് വളരെ വിശദമായി പഠിക്കാനൊന്നുമില്ല. ബട്ട് ദീസ് തിയറീസ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ അവർ തേർഡ് മൊഡ്യൂൾ. നമ്മുടെ അല്ലേ, തേർഡല്ല, സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ കുറച്ച് ഫങ്ഷൻസ് കൂടി പറയുന്നുണ്ട്. ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. മെയിൻലി ഡയറക്റ്റിങ്ങുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് മോട്ടിവേഷൻ തിയറീസ്, ലീഡർഷിപ്പ് തിയറീസ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി തിയറീസ് അവിടെ പഠിക്കുന്നുണ്ട്. മെയിൻലി എല്ലാ മോട്ടിവേഷൻ തിയറീസും നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ തിയറീസാണ് ഇവിടെ ഞാൻ കൂടുതലും ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ ഹാവ്തോൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട തിയറിയാണ്. ഹാവ്തോൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയിലുണ്ടായ ഹാവ്തോൺ, അല്ലേ? ആ ഒരു പേര് കേട്ടാൽ തന്നെ അറിയാം, അവിടെ ഉണ്ടായ ഒരു എക്സ്പെരിമെൻ്റാണ് ഹാവ്തോൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു വർക്ക് എൻവയോൺമെൻറ്റിൽ ആദ്യം എന്ത് ചെയ്യാണ്, ഒരാളെ അല്ലെങ്കിൽ വളരെ കുറച്ച് പേരെ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഒരു എംപ്ലോയിയെ വെക്കുന്നു. അവിടെ ഒരാളുടെ ആവശ്യമുള്ളൂ. ആളുകൾ പുറം ലോകവുമായിട്ടൊന്നും ബന്ധമില്ല. അയാൾക്ക് നമ്മൾ എല്ലാ ഫെസിലിറ്റിയും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് അത്യാവശ്യം അയാൾ ആഗ്രഹിക്കുന്ന സാലറി കൊടുക്കുന്നുണ്ട്, എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അയാൾ ഒറ്റക്കാണ് വർക്ക് ചെയ്യുന്നത്. അയാൾ അല്ലേ, മറ്റുള്ള ആളുകളായിട്ടൊന്നും റിലേഷൻഷിപ്പ് ഇല്ല. അയാൾ അവിടെ വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരിക്കും? അയാൾ ഒരുപാട് കാലം വർക്ക് ചെയ്യുമോ? ഇല്ല. അയാളുടെ ജോലി കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഒരു മൊണോട്ടണി അയാൾക്ക് ഫീൽ ചെയ്യും, അല്ലേ? ഒരു വിരസത ഫീൽ ചെയ്യും. അതേസമയം സെയിം പേഴ്സണെ തന്നെ ഒരാൾക്ക് പകരം ഒരു 11 ആളെ വെച്ചു എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? അവർ തമ്മിലൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉണ്ടാവും, അല്ലേ? അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരാളോ അല്ലെങ്കിൽ 4 ആളോ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസൊക്കെ സെയിം ആണെന്ന് വിചാരിക്കുക. റെമ്യൂണറേഷൻ സെയിം ആണ്, ഫെസിലിറ്റീസൊക്കെ സെയിം ആണെങ്കിലും നമ്മൾ 4 പേര് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ഔട്ട്പുട്ട്, ഇൻഡിവിജ്വലിൻ്റെ ഔട്ട്പുട്ട് ആവില്ല നമ്മളൊരു 11 പേര് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിലുണ്ടാവുക. കാരണം അവിടെ ആളുകൾ ഒന്നുകൂടി കൂടി, അവർ തമ്മിലുള്ള സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് കൂടും, സോഷ്യൽ റിലേഷൻഷിപ്പ് കൂടും, അല്ലേ? ഹ്യൂമൻ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അങ്ങനെ റിലേഷൻഷിപ്പ് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് കൂടും എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റാണ്, ഒരു ഹാവ്തോൺ ഫാക്ടറിയിൽ നടത്തിയ എക്സ്പെരിമെൻ്റാണ് ഹാവ്തോൺ സ്റ്റഡീസ്, ഹാവ്തോൺ എക്സ്പെരിമെൻറ്റ്. ആദ്യം കുറച്ച് പേരെ വെച്ച് ഔട്ട്പുട്ട് മെഷർ ചെയ്തു, പിന്നെ എണ്ണം കൂട്ടി 11 പേരെ വെച്ച്, അല്ലേ, വർക്ക് ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് കമ്പയർ ചെയ്തപ്പോൾ
ഒരു ഇൻഡിവിജ്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ ആയിരിക്കും എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു സ്റ്റഡിയാണ് ഹാത്തോൺ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ ദ കോൺട്രിബ്യൂട്ടറി ഈസ് എൽട്ടൺ മയോ. മറ്റൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് അപ്രോച്ചാണ് ഓർഗനൈസേഷൻ ആസ് കമ്മ്യൂണിറ്റീസ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ, അല്ലെ, ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതല്ലാതെ ഓരോ ഇൻഡിവിജ്വലും വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി അല്ല, അല്ലേ. ഇൻഡിവിജ്വലിനേക്കാൾ അപ്പുറം അവിടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഭവം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ. ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ട് അവിടെ. അങ്ങനെയുള്ള ഒരു തിയറിയാണ് മേരി പാർക്കർ ഫോളറ്റ്, അല്ലേ. മേരി പാർക്കർ ഫോളറ്റിൻ്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ. മാനേജ്മെൻറ്റ് ഡെഫിനേഷനൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പേര് കേട്ടിട്ടില്ലെങ്കിലും ഡെഫിനേഷൻ പഠിക്കാറുള്ളത് മേരി പാർക്കർ ഫോളറ്റിൻ്റേതാണ്. അപ്പോൾ എനിവേ ഈ രണ്ട് തിയറീസും നമ്മുടെ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട തിയറീസാണ്. ഹാത്തോൺ സ്റ്റഡീസും, അല്ലേ, അതായത് എൽട്ടൺ മയോ, മേരി പാർക്കർ ഫോളറ്റ്, അവരൊക്കെ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, അതായത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് വിൽ ഗിവ് മോർ എംഫസിസ് ഇൻ ദി ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഓഫ് ദി ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിലുള്ള ഒരു പ്രധാന ഇൻഫ്ലുവൻസിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് ആണെന്നുള്ളതാണ്. ദെൻ മറ്റു തിയറീസ് ഉണ്ട്. തിയറി ഓഫ് ഹ്യൂമൻ നീഡ് ഹൈറാർക്കി തിയറി ബൈ അബ്രഹാം മാസ്ലോ, തിയറി എക്സ് ആൻഡ് തിയറി വൈ ബൈ ഡഗ്ലസ് മാഗ്രിഗർ, പേഴ്സണാലിറ്റി ആൻഡ് ഓർഗനൈസേഷൻ ക്രിസ് ആർഗ്രിസ്, അല്ലേ. ഇങ്ങനെ ഒരുപാട് തിയറീസ് ഉണ്ട്. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ തിയറീസ് പഠിക്കും. ഞാൻ ഈ കൂടുതൽ എഴുതിയാൽ ഡയഗ്രാം മോശമാവും എന്നുള്ളത് കൊണ്ട് നിർത്തിയതാണ്, അല്ലേ. ഇനി ഒരുപാട് തിയറി ഉണ്ട്. ERG തിയറി, തിയറി എക്സ്, തിയറി വൈ, തിയറി സെഡ്, മെച്യൂരിറ്റി തിയറി എന്നൊക്കെ പറയുന്ന ഒരുപാട് മോട്ടിവേഷൻ തിയറീസ് ഉണ്ട്. ഓൾ ദ തിയറീസ് ആർ കമ്മിങ് അണ്ടർ ദിസ് ബിഹേവിയർ സയൻസ് അപ്രോച്ച്. സോ ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച് എന്ന് പറയുന്ന നിയോ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്ന സെക്കൻഡ് കാറ്റഗറിയിൽ രണ്ട് ക്ലാസ് ഓഫ് തിയറീസാണ് വരുന്നത്. ഒന്ന് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, സെക്കൻഡ് വൺ ബിഹേവിയർ സയൻസ് അപ്രോച്ച്. തൽക്കാലം നിർത്താം. ഓക്കെ, സോ ദിസ് ഈസ് റിഗാർഡിങ് നിയോ ക്ലാസിക്കൽ തിയറി. ദെൻ നന്നായി ഈ പോയിൻറ്റ്സൊക്കെ മാക്സിമം നോട്ടിൽ എഴുതിയെടുക്കുക, നന്നായി റീഡ് ചെയ്യുക. ഒരിക്കലും നമ്മുടെ ക്ലാസ്സിനെ മാത്രം റിസോഴ്സ് ഡിപ്പെൻഡ് ചെയ്യരുത്. യു റീഡ് മോർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.